DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ എല്ലാ വിഭാഗം റേഷൻ കാർഡ് ഉടമകളും അറിയേണ്ട പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകളാണ് വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അതിനു മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക. ആദ്യത്തെ അറിയിപ്പ്, സംസ്ഥാനത്ത് റേഷൻ മണ്ണെണ്ണ വിതരണം പാളിയെന്ന കണക്കുകളുമായി റേഷൻ വ്യാപാരി സംഘടന രംഗത്തെത്തിയിരിക്കുകയാണ്. ആകെയുള്ള 13,989 കടകളിൽ 700-ൽ മാത്രമാണ് മണ്ണെണ്ണ വിതരണത്തിനെത്തിയതെന്നും കാസർഗോഡ്, എറണാകുളം, വയനാട്, കോഴിക്കോട്, മലപ്പുറം, കോട്ടയം ജില്ലകളിലെ ഡിപ്പോകളിൽ മണ്ണെണ്ണ എത്തിയിട്ടില്ലെന്നും ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നു. എറണാകുളം, ഇടുക്കി ജില്ലകളിൽ പഴയ സ്റ്റോക്ക് ഉപയോഗിച്ചാണ് വിതരണം. കേന്ദ്രം അനുവദിച്ച 56.76 ലക്ഷം ലിറ്റർ മണ്ണെണ്ണയിൽ 2.46 ലക്ഷം ലിറ്റർ മാത്രമാണ് ഏറ്റെടുത്തതെന്നും 30-നകം ഏറ്റെടുത്തില്ലെങ്കിൽ ബാക്കി വിഹിതം പാഴാകുമെന്നും സംഘടന വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം മണ്ണെണ്ണ ഉൾപ്പെടെ എല്ലാ റേഷൻ സാധനങ്ങളും ആവശ്യത്തിന് സ്റ്റോക്കുണ്ടെന്ന് ഭക്ഷ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. മഞ്ഞക്കാർഡ് ഉടമകൾക്ക് 1 ലിറ്ററും ബാക്കിയുള്ള കാർഡ് ഉടമകൾക്ക് 1/2 ലിറ്ററും വീതം മണ്ണെണ്ണ ലഭിക്കുമെന്നും ഓഫീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ജൂൺ മാസത്തെ റേഷൻ വിതരണം അവസാനിക്കുവാൻ 2 ദിവസം ബാക്കി നിൽക്കെ മെല്ലെ പോക്കിലാണ് സംസ്ഥാനം. ആകെയുള്ള 95.05 ലക്ഷം കാർഡുടമകളിൽ 63.98 ലക്ഷം പേരാണ് ഇതുവരെ വിഹിതം വാങ്ങിയതെന്നാണ് കണക്ക്. സാധാരണ 80%-ലേറെ ഗുണഭോക്താക്കൾ വിഹിതം വാങ്ങാറുണ്ട്. വിഹിതം വാങ്ങാൻ ഗുണഭോക്താക്കൾ അവസാന ദിവസം വരെ കാത്തു നിൽക്കേണ്ടതില്ലെന്നും 30-നകം വാങ്ങണമെന്നും ഭക്ഷ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിട്ടുണ്ട്. അതിനാൽ തിങ്കളാഴ്ചക്കകം തന്നെ എല്ലാവരും ജൂൺ മാസത്തെ റേഷൻ വാങ്ങുവാൻ ശ്രദ്ധിക്കുക. പ്രത്യേകം ഓർക്കേണ്ടത്, തുടർച്ചയായി 3 മാസം ഒരു റേഷൻ വിഹിതം പോലും വാങ്ങാതിരുന്നാൽ മഞ്ഞ, പിങ്ക്, നീല എന്നീ റേഷൻ കാർഡുകൾ വെള്ള റേഷൻ കാർഡിലേക്ക് മാറ്റുവാനും പകരം അർഹരായവർക്ക് മഞ്ഞ, പിങ്ക് കാർഡുകൾ തരം മാറ്റി കൊടുക്കുവാനും നടപടിയുണ്ടാകും. റേഷൻ തുടർച്ചയായി വാങ്ങാതിരിക്കുന്ന 10,000-കണക്കിന് പേരെയാണ് ഇത്തരത്തിൽ വെള്ള കാർഡിലേക്ക് മാറ്റുന്നത്. രണ്ടാമത്തെ അറിയിപ്പ്, കേന്ദ്ര സർക്കാരിൻ്റെ സൗജന്യ അരിയും ഗോതമ്പും ലഭിക്കുന്ന മഞ്ഞ, പിങ്ക് റേഷൻ കാർഡുകളിൽ മസ്റ്ററിംഗ് നടത്താത്ത 5 ലക്ഷത്തോളം ഗുണഭോക്താക്കൾക്ക് ജൂലൈ മാസം മുതൽ റേഷൻ മുടങ്ങും. ഈ കാർഡുകളിലെ ഒരാളെങ്കിലും മസ്റ്ററിംഗ് നടത്തിയിട്ടുണ്ടെങ്കിൽ റേഷൻ കാർഡ് റദ്ദാകില്ല. നടത്തിയവർക്ക് റേഷൻ തുടർന്നും ലഭിക്കും. എന്നാൽ മസ്റ്ററിംഗ് നടത്താത്ത അംഗങ്ങളെ മാത്രം താൽക്കാലികമായി ഒഴിവാക്കി നോൺ കേരള റെസിഡന്റ് അഥവാ NRK സ്റ്റാറ്റസ് നൽകും. ഇവർക്ക് മസ്റ്ററിംഗിന് 3 മാസത്തെ സാവകാശവും നൽകും. ഇതു സംബന്ധിച്ച് ഭക്ഷ്യ പൊതുവിതരണ കമ്മീഷണർ എല്ലാ ജില്ലാ സപ്ലൈ ഓഫീസർമാർക്കും നിർദ്ദേശം നൽകി കഴിഞ്ഞു. കേന്ദ്ര സർക്കാർ മസ്റ്ററിംഗിന് അനുവദിച്ച സമയം ഈ മാസം 30-ന് അവസാനിക്കുന്ന സാഹചര്യത്തിലാണ് നടപടി. 3 മാസം സാവകാശം നൽകുമ്പോൾ റേഷനിംഗ് ഇൻസ്പെക്ടർമാരുടെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തുകയും മസ്റ്ററിംഗ് നടത്താത്തവർക്ക് പ്രത്യേക അറിയിപ്പ് നൽകുകയും ചെയ്യും. തുടർന്ന് നോട്ടീസ് നൽകിയാകും ഒഴിവാക്കുക. നിലവിൽ മസ്റ്ററിംഗ് നടത്തേണ്ട 1,44,90,188 ഗുണഭോക്താക്കളിൽ 96.48% മസ്റ്ററിംഗ് നടത്തിയിട്ടുണ്ട്. അതേസമയം കിടപ്പ് രോഗികൾ, ഗുരുതര രോഗബാധിതർ തുടങ്ങി മസ്റ്ററിംഗ് നടത്താൻ സാധിക്കാത്തവരെ പട്ടികയിൽ ഉൾപ്പെടുത്താൻ സാങ്കേതിക നടപടികൾക്ക് നേതൃത്വം നൽകുന്ന നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെന്റർ ഹൈദരാബാദിന് സർക്കാർ പ്രത്യേക കത്ത് നൽകും. ഏകദേശം 9 ലക്ഷത്തോളം പേർ ഇങ്ങനെ ഉണ്ടെന്നാണ് കണക്ക്. അടുത്ത അറിയിപ്പ്, ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത മുൻഗണനേതര കാർഡുകളായ NPS നീല, NPNS വെള്ള റേഷൻ കാർഡുകൾ മുൻഗണനാ കാർഡായ PHH പിങ്ക് വിഭാഗത്തിലേക്ക് മാറ്റുന്നതിനുള്ള ഓൺലൈൻ അപേക്ഷകൾ സ്വീകരിക്കുന്ന സമയപരിധി ജൂൺ 30-ന് അവസാനിക്കുകയാണ്. പിങ്ക് കാർഡ് ലഭിക്കുന്നതിനുള്ള അപേക്ഷകൾ അക്ഷയ കേന്ദ്രം വഴിയോ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴിയോ ജൂൺ 30-ന് വൈകിട്ട് 5 മണി വരെയാണ് സമർപ്പിക്കാവുന്നത്. സർക്കാർ, പൊതുമേഖല, സഹകരണ മേഖല, അർദ്ധ സർക്കാർ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ സർവീസ് പെൻഷനർ, 25,000 രൂപയിൽ കൂടുതൽ പ്രതിമാസ വരുമാനം, 1000 സ്ക്വയർ ഫീറ്റിലധികം വലിപ്പമുള്ള കോൺക്രീറ്റ് വീട്, 1 ഏക്കറിൽ കൂടുതൽ പുരയിടം, ആദായ നികുതി അടക്കുന്നവർ, ഏക ഉപജീവനമാർഗമല്ലാത്ത 4 ചക്ര വാഹനമുള്ളവർ എന്നിവയിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും ഉള്ളവർക്ക് പിങ്ക് കാർഡിനായി അപേക്ഷിക്കുവാൻ കഴിയില്ല. ഇതൊന്നുമില്ലാത്ത വെള്ള, നീല കാർഡുകാർക്ക് 30-ാം തീയതി തിങ്കളാഴ്ച വരെ അപേക്ഷ നൽകാവുന്നതാണ്. പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക.